വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 2 തരം മൈക്രോസ്കോപ്പുകളെ കുറിച്ച്, അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: നമ്മൾ ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വസ്തുക്കളെ കാണുന്നത്. അതായത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്. അവയാണ് ലൈറ്റ് മൈക്രോസ്കോപ്പുകൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ കുട്ടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ: ഹൗ ക്യാൻ വി ഒബ്സർവ് ആൻഡ് സ്റ്റഡി ദ മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ത്രൂ എ സിമ്പിൾ മൈക്രോസ്കോപ്പ്? ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെയോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെയോ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്ര മൈക്രോ ഓർഗാനിസംസിനെ നിങ്ങൾ എങ്ങനെ ഒബ്സർവ് ചെയ്യും? അതാണ് ആ കുട്ടിയുടെ ഡൗട്ട് അല്ലേ. വളരെ മൈക്രോ ആയിട്ടുള്ള, വളരെ സ്മോൾ സൈസിലുള്ള ഓർഗാനിസംസ് ഉണ്ടാവും. അതിനെ എങ്ങനെ കാണും? അതിനാണ് നമുക്ക് അടുത്ത ഓപ്ഷൻ, ദാറ്റ് ഈസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. എന്താണെന്ന് നോക്കാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് മാഗ്നിഫൈസ് ഒബ്ജക്റ്റ് മോർ ദാൻ എ മില്യൺ ടൈംസ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് വസ്തുക്കളെ മാഗ്നിഫൈ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. അത് നമ്മുടെ കേസിൽ നമ്മുടെ നോർമൽ മൈക്രോസ്കോപ്പ്, അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് 1000 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് സൈസ് ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇവിടെ ഇറ്റ് ഇസ് മില്യൺ ടൈംസ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ മില്യൺ ടൈംസ് ബിഗർ ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക? ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടി പറ്റുക. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്സർവ് സെൽസ്, വൈറസസ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. നിങ്ങൾക്ക് വൈറസസിനെയും സെൽസിനെയും അവരുടെ മോളിക്കുലാർ സ്ട്രക്ചേഴ്സ്, അതായത് സെൽ ഓർഗനൽസിൻ്റെ സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാനും മനസ്സിലാക്കാനും പറ്റും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ. ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ്. ഇവിടെ ലൈറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെയാണ്, ഇലക്ട്രോൺ ബീംസിനെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ആർ യൂസ്ഡ് നൗഎഡേയ്സ്. ഇനി ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് തൽക്കാലം ഇത്രയേ വേണ്ടൂ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. ദർ ആർ ഡിഫറെൻറ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ്. നമ്മൾ യൂസിനനുസരിച്ച് പലതരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇനി മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഇൻ 1934 ജർമ്മൻ സയൻറ്റിസ്റ്റ് ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ, ജർമ്മൻ സയൻറ്റിസ്റ്റുകളായ ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും ചേർന്നിട്ടാണ് എന്ത് ഇൻവെൻറ്റ് ചെയ്തത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത് ആദ്യമായിട്ട്. ഇൻ ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസസ് ആർ യൂസ്ഡ് ടു ഫോക്കസ് ദ ബീം ഓഫ് ഇലക്ട്രോൺസ് ഓൺ ടു ദ സ്പെസിമെൻ. അതായത് ഞാൻ ഒന്നുകൂടെ കൃത്യമാക്കി തരാം മക്കളെ. ആദ്യം ഒന്ന് ഹിസ്റ്ററി നോക്കാം. 1934 ജർമ്മൻ സയൻറ്റിസ്റ്റുകളായ റസ്കയും നോളും, അതായത് ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോളാണ് എന്ത് കണ്ടെത്തിയത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലെൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ബീമിനെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ ലെൻസ് എന്തിനാണ് യൂസ് ചെയ്തത്? ലൈറ്റ് നമ്മുടെ സ്പെസിമെൻ എന്ന് വെച്ചാൽ നമുക്ക് നോക്കേണ്ട ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? മുന്നേ ലെൻസ് യൂസ് ചെയ്തത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്ത ലെൻസ് ഏതാ? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ്. എന്താ അതിൻ്റെ യൂസ്? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് ഇലക്ട്രോൺ ബീംസിന് സ്പെസിമെനിലേക്ക് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആർ യൂസ്ഡ് ടു ഫോക്കസ് എ ബീം ഓഫ് ഇലക്ട്രോൺസ് ഓൺ ടു ദ സ്പെസിമെൻ, അലോയിങ് ഫോർ മച്ച് ഹയർ റെസൊല്യൂഷൻ ഇമേജിങ് കമ്പയർഡ് ടു ലൈറ്റ് മൈക്രോസ്കോപ്പ്. മക്കളെ, സംഭവം സിമ്പിളാണ്. ഏണസ്റ്റ് റസ്കിയും അതുപോലെ തന്നെ മാക്സ് നോളും ആണ് ഇത് കണ്ടെത്തിയത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് വെച്ചിട്ട് ഇലക്ട്രോൺ ബീമിനെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യും. ഹൈ റെസൊല്യൂഷൻ ഇമേജിങ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടും. ഇത്രേ പഠിക്കാനുള്ളൂ. സൈഡിൽ കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ ഒരു റെഡ് ബ്ലഡ് സെൽസ്, അതായത് RBCനെ കൊടുത്തിട്ടുണ്ട്. COVID-19 വൈറസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പോളൻ ഗ്രെയിൻസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഇമേജസ് ആണ്. ഓക്കെ, ഒരു നോർമൽ മൈക്രോസ്കോപ്പിൽ, ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് കാണാൻ വേണ്ടി പറ്റില്ല?
ഓർഗാനിസംസിന് അല്ലെങ്കിൽ നമ്മുടെ സ്പെസിമെൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഒരു നോർമൽ മൈക്രോസ്കോപ്പിൽ. കാരണം ഇത്രയും റെസൊല്യൂഷൻ പവർ ആർക്കില്ല, ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനില്ല. മില്യൺ ടൈംസ് അത് ഇൻക്രീസ് ചെയ്ത് കാണിക്കുന്നത്, മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നവർ ആര് മാത്രമാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് മാത്രമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു 2-3 പോയിന്റ് എവിടെയുള്ളൂ. ഏണസ്റ്റ് റസ്കിയും മാക്സ് നോളും കൂടിയിട്ടാണ് ഇത് കണ്ടെത്തിയത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് യൂസ് ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രോൺ ബീംസിനെ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. റെസൊല്യൂഷൻ പവർ വളരെ ഹൈ ആണ്, മില്യൺ ടൈംസ് ആണ് മാഗ്നിഫിക്കേഷൻ പവർ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കമ്പാരിസൺ ഒന്ന് നോക്കാം. അതായത് നമ്മുടെ നോർമൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഫസ്റ്റ് കോളത്തിൽ പെക്യുലാരിറ്റി കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കമ്പാരിസന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നോക്കുക, നീഡ് ഓഫ് ലൈറ്റ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എന്ത് വേണം? ലൈറ്റ് വേണം. യെസ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ കൊടുത്തു യെസ്. ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കേസിലോ വേണ്ട, നോ. ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ്. അവിടെ നമുക്ക് എന്ത് വേണ്ട? ലൈറ്റ് വേണ്ട, പകരം എന്താണ്? ഇലക്ട്രോൺ ബീംസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ മാഗ്നിഫൈങ് പവർ നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എങ്ങനെയാണ്? കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാഗ്നിഫൈങ് പവർ കുറവാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്. എത്രയേ വരുന്നുള്ളൂ? 1000 ടൈംസ് മാത്രമേ വരുന്നുള്ളൂ. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനോ മച്ച് മോറാണ് അല്ലേ? മാഗ്നിഫൈങ് പവർ എന്താണ്? മച്ച് മോറാണ്. എന്ന് വെച്ചാൽ മില്യൺ ടൈംസ് ആണ് അവിടെ. അതായത് ഹ്യൂജ് എമൗണ്ട് അത്രയും റിസോൾവിങ് കപ്പാസിറ്റി ഉള്ള ആളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. മാഗ്നിഫിക്കേഷൻ പവർ വളരെ ഹൈ ആണ്, മച്ച് മോർ ആണ് ദെൻ മില്യൺ ടൈംസ്. ഓക്കെ, മില്യൺ ടൈംസ് ആണ് അവിടെ മാഗ്നിഫൈങ് പവർ വരുന്നത്. ദെൻ യൂസ് ചെയ്യുന്ന ലെൻസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗ്ലാസ് ലെൻസാണ്, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ലെൻസാണ്. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് യൂസ് ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺസിനെ കൃത്യമായി, ഇലക്ട്രോൺ ബീമിനെ കൃത്യമായിട്ട് നമ്മുടെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ്, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നോക്കിക്കോളൂ. 1 നാനോമീറ്റർ. NM മീൻസ് നാനോമീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്റർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പവർ വരുന്ന കാര്യങ്ങളൊക്കെ അറിയാം. മൈനസ് വെച്ചിട്ട് പവർ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്റർ ആണ്. അതേപോലെ അതായത് വളരെ സ്മോൾ വാല്യൂ ആണ്. ഓക്കെ, വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ ആണ് ഇത് 10⁻⁻9 മീറ്റർ എന്ന് പറയുന്ന 1 നാനോമീറ്റർ. അതേസമയം 1 മൈക്രോമീറ്ററോ അത് 10⁻⁻6 മീറ്റർ ആണ്. അതായത് മൈക്രോമീറ്ററിനെക്കാളും ചെറുതാണ് നാനോമീറ്റർ. 10⁻⁻9 ആണ് നാനോമീറ്റർ, -9 ആണ്. ഓക്കെ, മൈക്രോമീറ്ററോ 10⁻⁻6 ആണ്. അപ്പോൾ ഏതാണ് ഏറ്റവും ചെറുത്? നാനോമീറ്റർ ആണ് ഏറ്റവും ചെറുത്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആറ്റം, DNA, പ്രോട്ടീൻ, വൈറസ്, മൈറ്റോകോൺട്രിയോൺ, ബാക്ടീരിയം, ഈസ്റ്റ്, RBC, ആനിമൽ സെൽ, പാരമീസിയം, എഗ്ഗ്, പ്ലാന്റ് സെല്ല്, ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് ഈ സ്കെയിലും കാണാം. 0.1 നാനോമീറ്റർ, 1 നാനോമീറ്റർ, ഇതാ ഇവിടെയാണ് പറയുന്നത്. 0.1 നാനോമീറ്റർ, 1 നാനോമീറ്റർ, 10 നാനോമീറ്റർ, 100 നാനോമീറ്റർ, 1 മൈക്രോമീറ്റർ, 10 മൈക്രോമീറ്റർ, 100 മൈക്രോമീറ്റർ എന്നിങ്ങനെ കുറേ സ്കെയിലും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ. ഇനി പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ്. മക്കളെ, ഇവിടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് കണ്ടുവാ. അവിടെ നിന്ന് കുറേ പച്ച ലൈൻ മുകളിലേക്ക് പോകുന്നു കണ്ടുവോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന്. ആ പച്ച ലൈൻ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ കണക്കായിട്ട് വരുന്ന ലൈൻസിനകത്ത് വരുന്നതെല്ലാം നിങ്ങൾക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ പറ്റും എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് മൈറ്റോകോൺട്രിയും ബാക്ടീരിയയും RBCയും ഈസ്റ്റും ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും പാരമീസിയും എഗ്ഗും, ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്കൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? ഇനി കുറച്ചുകൂടി ഹൈ റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാധനങ്ങളും കൂടിയാണ് ഇവ. അതായത് ഈ മൈറ്റോകോൺട്രിയ ആയാലും ബാക്ടീരിയ ആയാലും RBC ആയാലും ഈസ്റ്റ് ആയാലും പ്ലാന്റ് സെൽ ആയാലും ആനിമൽ സെൽ ആയാലും. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കിയേ, ലൈൻ എവിടെ വരെ പോകുന്നുള്ളൂ? പാരമിസ്യത്തിലേക്കും എഗ്ഗിലേക്കും എത്തുന്നില്ല. കാരണം അതിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ ഇതിനേക്കാളും ചെറുത് കാണാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ഏകദേശം 1 നാനോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയുള്ളത് കാണാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത്
നിങ്ങൾക്ക് DNA-നെയും പ്രോട്ടീനെയും വൈറസിനെയും ബാക്ടീരിയനെയും മൈറ്റോകോൺട്രിയനെയും RBCനെയും ഈസ്റ്റിനെയും പ്ലാന്റ് സെല്ലിനെയും ആനിമൽ സെല്ലിനെയും ഒക്കെ കാണാം. എന്നാൽ പാരമീസിയത്തിനെയും എഗ്ഗിനെയും കാണാൻ വേണ്ടി നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യുക? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് തന്നെ യൂസ് ചെയ്യുക. കാരണം അതിന് കുറച്ചുകൂടെ സൈസ് ഉള്ളതുകൊണ്ട് നമുക്കിത് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പറ്റും. ഇനി ഇതിലേലും പെടാണ്ട് ഒരു ആറ്റിപ്പുറം നിൽക്കുന്നുണ്ടോ? ഈ ആറ്റത്തിൻ്റെ കേസിൽ ഒരു ലൈനും വരുന്നില്ലല്ലോ. ഇല്ല, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയും കാണാൻ പറ്റുന്നില്ല. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ ആറ്റത്തിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കാരണം അത് വളരെ മൈന്യൂട്ടാണ്. ബാക്കിയുള്ളവരുടെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആറ്റംസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വളരെ മൈന്യൂട്ടാണ്. പറഞ്ഞത് ക്ലിക്കായല്ലോ, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ ആറ്റം കാണും? ആറ്റം കാണാൻ വേണ്ടിയിട്ട് നമുക്കവിടെ എക്സ്റേ സ്റ്റഡീസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആറ്റം കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എക്സ്റേ സ്റ്റഡീസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്റേ സ്റ്റഡീസ് ഞാനൊരു എക്സ്ട്രാ ടേബിളും കൂടെ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. നോക്കിക്കോളൂ. എക്സ്റേ സ്റ്റഡീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സൈസ് എന്ന് പറയുന്നത് 0.1 നാനോമീറ്റർ മുതൽ 10 നാനോമീറ്റർ വരെയുള്ള സൈസിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എക്സ്റേ സ്റ്റഡീസ് വെച്ച് കാണാം. അതായത് കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതായത് നിങ്ങൾക്ക് ആറ്റത്തിനെ കാണാം, DNA-നെ കാണാം, പ്രോട്ടീനെയും കാണാം. ഓക്കെ, ഇതെല്ലാം ഈ ഒരു സൈസിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആറ്റം, DNA, പ്രോട്ടീൻ എന്നിവ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റേ സ്റ്റഡീസ് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. മീൻസ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് രണ്ടാമത്തത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന സൈസ് എന്ന് പറയുന്നത് 1 നാനോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയാണ്. അതായത് പ്രോട്ടീനെ കാണാൻ പറ്റും, DNA-നെയും കാണാൻ പറ്റും കേട്ടോ. ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. DNA-നെയും കാണാൻ പറ്റും. കാരണം 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ DNA-യുടെ സൈസ് ഏകദേശം 1 നാനോമീറ്ററാണ് വരുന്നത്. അപ്പോൾ DNA, പ്രോട്ടീൻ, വൈറസ്, ബാക്ടീരിയ, ഈസ്റ്റ്, RBC, മൈറ്റോകോൺട്രിയ, പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല് ഇവയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി കാണാൻ വേണ്ടി പറ്റും. ദെൻ ലാസ്റ്റ് വൺ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയുള്ളതാണ് കാണാൻ പറ്റുക. 1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയുള്ളത്. അതായത് നിങ്ങൾക്ക് ബാക്ടീരിയനെ കാണാം, ഈസ്റ്റിനെ കാണാം, RBCനെ കാണാം, മൈറ്റോകോൺട്രിയ കാണാം, പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല്, അതുപോലെ തന്നെ പാരമീസിയം, ഓവം, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാം? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. മനസ്സിലായല്ലോ? ഇപ്പം ജസ്റ്റ് ഒന്നത് മനസ്സിൽ വെക്കുക. അതായത് വസ്തുക്കളുടെ സൈസിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റഡീസ് ഇൻക്ലൂഡിങ് എക്സ്റേ സ്റ്റഡീസൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് സെല്ലിനെ കുറിച്ചാണ്. അത് ഞാൻ ഇന്ന് പറയുന്നില്ല. കാരണം പ്ലാന്റ് സെല്ലിനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസിങ് പാർട്ട് മാത്രമാക്കിയിട്ട് അവിടെ എടുത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. അത് കുറച്ചുകൂടി ലെങ്തി ആയി പോകും. പ്ലാന്റ് സെല്ലും കൂടി നമ്മൾ ഇന്ന് പറയാൻ നിന്നാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ മൈക്രോസ്കോപ്പ് കംപ്ലീറ്റ് ആയി. എല്ലാ ടൈപ്പ് മൈക്രോസ്കോപ്പും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് സെൽസിനെ കുറിച്ചാണ്. പ്ലാന്റ് സെല്ല് പഠിക്കാനുണ്ട്, ആനിമൽ സെൽസ് പഠിക്കാനുണ്ട്. അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടുന്നതിന് കണക്കായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.